വഴുതക്കാട്ട് ഈശ്വരവിലാസത്തെ സ്വന്തം വസതിയിലേക്ക് എത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ MLA മാർ അതേപോലെ പാർട്ടി പ്രവർത്തകർ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വസതിയായ ദേവദത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം VD സതീശനെ മുഖ്യമന്ത്രിയാക്കി ഹൈക്കമാൻഡ് തീരുമാനത്തിലുള്ള വിയോജിപ്പ് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം വസതിയിൽ നിന്ന് പോയിരുന്നു. പിന്നാമ്പുറത്തെ വഴിയിലൂടെ അദ്ദേഹം പോയി എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിലൂടെയും ഒരു വഴിയുണ്ട്, അതിലൂടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ്. മുഖ്യമന്ത്രിയെ മാത്രമല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ എന്നായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയുടെ ഇന്നലത്തെ പ്രതികരണം. ഏതായാലും ക്യാബിനറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു വകുപ്പ് ഒരുപക്ഷെ നൽകി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായേക്കും. ഏതായാലും അദ്ദേഹം വഴുതക്കാട്ടെ വസതിയിലേക്ക് പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം വസതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവദത്തൻ എന്ന വഴുതക്കാട്ടെ വസതിയിൽ ഇന്നലെ ഈ തീരുമാനം വരുമ്പോൾ അദ്ദേഹം കുറിക്കകത്തായിരുന്നു. അദ്ദേഹം അടച്ചിട്ട മുറിയിലായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ കാണാൻ വസതിയിലേക്ക് എത്തുകയാണ്. 12:15 നിയുക്ത മുഖ്യമന്ത്രി എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് യോജിപ്പാണ് എന്നത് രേഖാമൂലം അദ്ദേഹം കത്ത് മുഖേന ദീപാദാസ് മുൻഷി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള എന്ത് നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ താൻ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും താൻ കാണും എന്ന് നേരത്തെ UDF കൺവീനർ അടൂർ പ്രകാശിനെ കണ്ട ശേഷം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവദത്തം എന്ന തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ രമേശ് ചെന്നിത്തല സ്വന്തം പ്രവർത്തകരുടെ അവിടുത്തെ ഏതാനും ചില MLA-മാരൊക്കെ എത്തി അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അകത്തേക്ക് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രം മന്ത്രിസഭയിലേക്ക് എത്താം എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം നിൽക്കുന്ന 2 MLA-മാരെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടാനും അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു. ജോസഫ് വാഴക്കിന് വേണ്ടി KPCC അധ്യക്ഷ സ്ഥാനവും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടേക്കും. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ഇക്കാര്യം ആവശ്യപ്പെടുമെന്നതാണ് നമുക്ക് ഞങ്ങളുടെ പ്രതിനിധി മേഘന മുരളി തിരുവനന്തപുരത്ത് നൽകുന്ന റിപ്പോർട്ട്. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തയ്യാറാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞത് താൻ ഒരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്ക് നിന്നയാളല്ല. തൻ്റെ പേരിൽ ഒരു ഫ്ലക്സ് ബോർഡും ഉയർന്നിട്ടില്ല, ഒരു ബാനറും ഉയർന്നിട്ടില്ല. താൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്നയാളല്ല. ഇതിനു മുൻപ് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശന് നൽകിയപ്പോഴും താൻ എതിർപ്പുന്നയിച്ചിട്ടില്ല. അതിനു മുൻപ് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കിയപ്പോഴും എതിർപ്പുന്നയിക്കാതെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി നേതൃത്വത്തിന്റെ തീരുമാനത്തെ അംഗീകരിച്ചയാളാണ്. ഇതൊക്കെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയായി അവസരമായും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും തന്നെ ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഈ ഘട്ടത്തിൽ വന്നില്ല. ജനപിന്തുണ എന്ന ജനവികാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഹൈക്കമാൻഡ് പരിഗണിച്ചത്. അങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അതിലുള്ള അതിർത്തിയും വിയോജിപ്പുമൊക്കെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നമ്മൾ മനസ്സിലാക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ തയ്യാറാണ്. ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷനാക്കണം. തന്നോടൊപ്പം നിൽക്കുന്ന 2 MLA-മാർക്ക് മന്ത്രിസ്ഥാനം നൽകണം. ഇതാണ് രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. മേഘന, രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അദ്ദേഹം ഏതാനും ചില MLA-മാർ പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിയാണ് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം എവിടേക്കാണ് യാത്ര തിരിക്കുന്നത്? അദ്ദേഹത്തെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്താൻ പോകുന്ന അല്പസമയത്തിനകമെന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെടാനും ഒപ്പമുള്ള 2 MLA-മാരുടെ മന്ത്രി പദവിക്കും ജോസഫ് വാഴക്കിന്റെ KPCC അധ്യക്ഷ പദവിക്കും വേണ്ടി അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടുകൂടി നിലകൊള്ളും എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ജിക്ക് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഈ രമേശ് ചെന്നിത്തല എന്താണ് മനസ്സിൽ അല്ലെങ്കിൽ എന്താണ് അതൃപ്തി എന്നുള്ള കാര്യം ഇതുവരെ മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരുടെ അടക്കം സ്നേഹാദരവ് ഏറ്റുവാങ്ങിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കുറച്ചധികം സമയം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ബന്ധുവീട്ടിൽ പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അതൃപ്തി എന്നുള്ള കാര്യം, അത് അതൃപ്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാധ്യമങ്ങളോട് കൃത്യമായ ഒരു ഉത്തരം പറയാൻ വേണ്ടി രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്
അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് ഉണ്ടാകും, ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ തന്റെ കൂടെയുള്ള 2 MLA-മാരെ മന്ത്രിയാക്കണം. അതുപോലെ തന്നെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു അനുനയ ചർച്ച നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ വസതിയിൽ ഒട്ടനവധി പ്രവർത്തകരാണ് ഈ ഒരു വീട്ടിലേക്ക്, രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാനെത്തും. അതിലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ത് അനുനയ ഫോർമുല, അത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൊടുത്ത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. VD സതീശൻ അല്പസമയത്തിനകം തന്നെ 12:15-നാണ് VD സതീശൻ ഇവിടെ സമയം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശിനെ അടക്കം വീട് സന്ദർശിച്ചാണ് VD സതീശൻ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മേഘന, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്ന പിണറായി വിജയനെ കാണാൻ പോകുന്നു, മുൻ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്നാണ്. അതിനുശേഷമായിരിക്കും മേഘന ഒരുപക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്താൻ പോകുന്നത്. മേഘന, ഒരു കാര്യം കൂടി, നേരത്തെ UDF കൺവീനർ അടൂർ പ്രകാശിനെ കണ്ട ശേഷം പുറത്തിറങ്ങിയ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടല്ലോ എന്ന കാര്യം ചോദിച്ചപ്പോൾ അത് പ്രശ്നമല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് എന്നാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു അനുനയ സാധ്യത ഇതിലൂടെ തെളിഞ്ഞേക്കും എന്ന് നമുക്ക് കരുതാം എന്ന് തോന്നുന്നു. മാത്രമല്ല, ഈ ആഭ്യന്തര വകുപ്പ് എന്ന ഈ രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ മേഘന? പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണം എന്നൊരു നിലപാട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുള്ളപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.